ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന താള് അഥവാ ചേമ്പാണിത്. വളരെ ആരോഗ്യപ്രദമായ ഒന്നാണിത്. കൂടാതെ കർക്കിടക മാസത്തിൽ മഴയൊക്കെ പെയ്ത ശേഷം ഇത് നല്ല സുലഭമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇത് വെച്ചൊരു അടിപൊളി താളുകറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഞാൻ ഇതുപോലത്തെ ചെറിയ ചേമ്പിൻ്റെ തണ്ടാണ് താളുകറി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതല്ലാതെ കുറച്ച് വലിയ ഇലകളും വലിയ തണ്ടുള്ള ചേമ്പും ഉണ്ട്, അതും വേണമെങ്കിൽ എടുക്കാം. അതിനേക്കാൾ കൂടുതൽ പോഷകപ്രദം ഇതാണ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലധികം ചളി അഴുക്കൊന്നും ഉണ്ടാവില്ല. ഇനി അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്നൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നതാണ് നല്ലത്. കഴുകി കഴിഞ്ഞാൽ ചൊറിയും. അതുകൊണ്ട് നമുക്ക് അരിഞ്ഞ ശേഷം കഴുകിയെടുക്കാം. ഇപ്പം നല്ല ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണിയോ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, തണ്ട് മാറ്റി ഇലയും തണ്ടും സെപ്പറേറ്റ് ആക്കിയ ശേഷം തണ്ടിൻ്റെ തോല് ഇതുപോലെ പൊളിച്ചെടുത്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. തോല് പെട്ടെന്ന് തന്നെ ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുത്താൽ മതിയാകും. എല്ലാവരുടെ കൈയും ഇത് തൊട്ടാൽ ചൊറിയോ നിർബന്ധമൊന്നുമില്ല. എൻ്റെ കൈ ചൊറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് അരിഞ്ഞെടുത്ത ശേഷം കൈ കഴുകുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നുമില്ല. സാധാരണ പഴമക്കാർ പറയാറ് ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൈകൊണ്ട് കുറേ സമയം കഴിഞ്ഞിട്ടേ തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചൊറിയൂ എന്നാണ്. അവരിത് അരിഞ്ഞു കഴിഞ്ഞ ഉടനെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടാറാണ് പതിവ്. ഞാൻ ഇതിൻ്റെ തണ്ടും ഇലയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകിയ ശേഷം പ്രഷർ കുക്കറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഓട്ടപാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഡയറക്റ്റ് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചു. അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കിട്ടുമല്ലോ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ വലിയ പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന ഓട്ടക്കൈയിലില്ലേ, നമ്മളിവിടെ കൊട്ടക്കൈയിൽ എന്ന് പറയാം, കൈകൊണ്ട് ഡയറക്റ്റ് വാരാതെ അതുകൊണ്ട് കോരിയെടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്താലും മതി, അഥവാ ചൊറിഞ്ഞാലോ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത്ര തന്നെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അളവ് വളരെ കുറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ ചേർക്കണമെന്ന് തോന്നും. അപ്പോൾ ഈ അളവ് കുറഞ്ഞു വന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ ഇനി ഇതിലോട്ടൊരു 150 ml ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കുന്നതിനായിരിക്കും നല്ലത്. ഈ ചേമ്പിൻ്റെ ഇലയൊക്കെ വാടിപ്പോവരുതെന്നാണ് പറയുക. അതായത് നല്ല ചൂടിൽ പെട്ടെന്ന് വെന്ത് കിട്ടണം. ഫ്ലെയിം എപ്പോഴും ഹൈയിൽ വയ്ക്കുക. നമ്മൾ അടുപ്പിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ തീ കെട്ടുപോയില്ലേ, അങ്ങനെയൊക്കെ ചെയ്താൽ ചൊറിയാൻ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 2 പച്ചമുളക്, 2 ചുവന്നുള്ളി, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, തേങ്ങ ഇവ ചേർത്ത് അല്പം മാത്രം വെള്ളം ഒന്നൊഴിച്ച് അരച്ചെടുക്കാം. ഒരു 2 പിടി തേങ്ങയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവേ. അത്യാവശ്യം ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം. എന്നാൽ മഷി പോലെ ആവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രഷർ കുക്കറാണെങ്കിലും ഏകദേശം ഒരു 5 വിസിലോളം വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മളിത് ഇട്ടപ്പോൾ കുക്കർ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു 1/4 ഭാഗം പോലും ഇല്ല, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കയ്യിലോ സ്മാഷറോ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞ് കിട്ടിക്കോളും. കണ്ടില്ലേ, നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലോട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലോട്ട് ഇനി തിക്നെസ് കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ താളുകറി റെഡി ആയിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് താളുകറി തയ്യാറാക്കി നോക്കണേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒഴിച്ചാലും ടേസ്റ്റാണ്, ഇതുപോലെ കഴിച്ചാലും ടേസ്റ്റാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്